ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്ന് നമുക്ക് ഒരു താറാമുട്ട വെച്ചിട്ട് ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമേ. ആർക്കും അറിയാത്ത സംഭവമൊന്നുമല്ല, എന്നാലും എൻ്റെ വേർഷനിലുള്ള മുട്ട റോസ്റ്റ് എങ്ങനെയാണെന്നത് കണ്ടു നോക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചു. ചൂടായതിന് ശേഷം കുറച്ച് കടുകും കുറച്ച് പെരിഞ്ജീരകവും കൂടി ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടെ ഇട്ട് അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കാം. ഒരു 6 സവാളയാണ് ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, നൈസായിട്ട് അരിഞ്ഞതാണ്. ആ സവാളയും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതനുസരിച്ചും കറിയുടെ ആവശ്യമനുസരിച്ചും സവാളയുടെ എണ്ണം കൂട്ടുക. അതുപോലെ തന്നെ മുട്ടയുടെ എണ്ണം കൂട്ടാം. അതെല്ലാം നിങ്ങളുടെ ആ സാഹചര്യത്തിനനുസരിച്ച് ചെയ്തോണേ. ഇതിപ്പം ഞങ്ങളുടെ വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. എത്ര കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പൊടികളുടെ എല്ലാം അളവ് കൂട്ടുക. കുറച്ചാണെങ്കിൽ ഇതിൻ്റെ പൊടികളുടെ എല്ലാം കുറച്ച് അളവുകൾ ചേർക്കുക, അത്രയേ ഉള്ളേ. പിന്നെ സവാളയൊന്ന് നന്നായി വഴരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതുപോലെ തന്നെ ഈ സമയം തന്നെ അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. താറാമുട്ടയാണ് എടുത്തിരിക്കുന്നത്, അതുകൂടെ പുഴുങ്ങാനായി വെക്കാം. 2 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർക്കാം. അതും കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തോണേ. എല്ലാം എണ്ണ എല്ലായിടത്തും ഒന്ന് പിടിച്ച് അത് നന്നായി വഴന്ന് വരാൻ വേണ്ടിയാണ്. മുട്ട നന്നായി തിളച്ചിട്ടുണ്ട്. ചെറിയ തീയിലേക്ക് മാറ്റി ഒരു 10 മിനിറ്റ് വേകട്ടെ. താറാമുട്ടയാണ്ട് കുറച്ച് നേരം എടുക്കും. 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല പൗഡറാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. ഇതിന് ആ ടേസ്റ്റ് കൂട്ടാനായിട്ട് മീറ്റ് മസാല പൗഡറാണ് എപ്പോഴും ഞാൻ ആഡ് ചെയ്യാറുള്ളത്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. അത് 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 2 നുള്ള് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ താറാമുട്ട കറി വയ്ക്കുമ്പോൾ പെപ്പർ പൗഡർ മസ്റ്റായിട്ട് ചേർക്കണേ. കാരണം അതിൻ്റെ ആ താറാമുട്ടയുടെ ആ ഉളുമ്പ് മണവും അതൊക്കെ ഒന്ന് മാറാനായിട്ട് പെപ്പർ പൗഡർ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണേ. പിന്നെയുണ്ടല്ലോ, ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഫേസ്ബുക്കിലാണെങ്കിൽ മോളമ്മ മാത്യൂസ് എന്നാണ് എൻ്റെ പേജിൻ്റെ പേര്. അതൊന്ന് ഫോളോ ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ പേജുകൾ ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഗ്രേവി നമ്മളിപ്പോൾ ഡ്രൈ ഫോമാണല്ലോ, ഇതിനെ ഒന്ന് സോഫ്റ്റ് ആക്കണം. അതിനായിട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് ചെറിയ തീയിൽ നന്നായി വെന്ത് വരട്ടെ. നല്ല സോഫ്റ്റായിട്ട് വരും. ഈ സമയത്ത് വെന്ത് സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് മുട്ടകൾ പുഴുങ്ങിയത് തൊലിയെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് ആഡ് ചെയ്യാം. ഈ സമയത്ത് ഒരുപാട് ഇളക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തേങ്ങാപ്പാലിൻ്റെ 1-ാം പാൽ ആഡ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ ഈ ഗ്രേവി നല്ല തിക്കാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. വെറുതെ തേങ്ങാപ്പാലൊന്നും ആഡ് ചെയ്ത് അതിനെ കൂടുതൽ ടേസ്റ്റി ആക്കണമെന്നില്ല. ഇത് തന്നെ അടിപൊളിയാണ്. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അതിനെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഉള്ളു പരിപാടി. ഇതിൻ്റെ കൂട്ടത്തിൽ വെള്ളയപ്പമോ ചപ്പാത്തിയോ പുട്ടോ ഇടിയപ്പമോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം ഈ കറിയുമായി എല്ലാവരും എൻജോയ് ചെയ്യുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അത്രയേ ഉള്ളൂ. അപ്പം താങ്ക് യു സോ മച്ച്.